കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നീ പോകാൻ തീരുമാനിച്ചമായി? ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കരികിലേക്ക് വന്നിരുന്ന ഭാമ ചോദിച്ചു. പതിയെ ഒന്ന് മോളിയവൾ. വൈദ്യു വിളിച്ചു വച്ചാൽ പിന്നെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. കഴിഞ്ഞ 3 വർഷത്തോളമായി ദക്ഷമഹേശ്വരന്റെ പുറകെയായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. എങ്ങനെയെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്ത് എൻകൗണ്ടർ ചെയ്യണം. അയാളുടെ സാമ്രാജ്യം തന്നെ തകർത്തെറിയണം. ഈ മിഷന്റെ ഭാഗമാകുമ്പോൾ അത് മാത്രമായിരുന്നു ലക്ഷ്യം. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയായിട്ടാണ് വിഷ്ണു അയാളുടെ ദുബായിൽ തന്നെയുള്ള ബ്രാഞ്ചിൽ സ്റ്റാഫായി കയറിപ്പറ്റിയത്. ഡെൽറ്റ മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്ന അയാളുടെ ഫാക്ടറിയിലേക്ക് ചെന്ന് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണെന്ന് അറിയാനുള്ള ശ്രമത്തിന്റെ ഇടയിലാണ് സിദ്ധാർത്ഥ അങ്ങനെ ഒരു പണി വിഷ്ണുവിന് കൊടുക്കുന്നു. DM അവരെ പിടിക്കുന്നു. സിദ്ധാർത്ഥിനെ കൊന്നുകളഞ്ഞു. വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു. അവന് വെറുതെ ഉണ്ടെങ്കിൽ അയാൾ വെച്ച ഡിമാൻഡൊക്കെ ആയി മറ്റൊന്നും ചിന്തിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. അതിനിടയിൽ അവന്റെ തണലിൽ മാത്രം ജീവിക്കുന്ന ഒരുവൾ അറിയാതെ മറന്നുപോയി. കേരളത്തിലെ ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന പീലിയെ ഒരു ദക്ഷമഹേശ്വരം തേടി ചെല്ലില്ലെന്ന് കരുതിപ്പോയി. അതിനിടയിൽ വിഷ്ണുവിനെ കാണാതാവുമ്പോൾ അവനെക്കുറിച്ച് ഒന്നും അറിയാതെയാകുമ്പോഴുള്ള പീലിയുടെ അവസ്ഥയൊന്നും കാര്യമാക്കിയെടുത്തില്ലെന്ന് പറയുന്നതാവും ശരി. അതിലും വലിയൊരു ലക്ഷ്യമാണ് മുമ്പിൽ. ഗവൺമെന്റ് ഇടപെട്ടാൽ വിഷ്ണുവിനെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് കരുതി. പക്ഷേ ഒക്കെ വെറുതെയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ ദക്ഷമഹേശ്വരനെതിരെ ഫോം ചെയ്ത തങ്ങളുടെ ടീമിലെ ഓരോരുത്തരും ഗവൺമെന്റിന്റെ ചാവേറുകളെ പോലെയായിരുന്നു. വിഷ്ണുവിനെ രക്ഷിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് ഭ്രാന്തി പിടിച്ച് നിൽക്കുമ്പോഴാണ് 1 വർഷത്തിനുള്ളിൽ അവനെ വെറുതെ വിടുമെന്ന് അറിഞ്ഞത്. അപ്പോഴും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇവന്റെ പ്രാണന് DM ഇട്ട വിലയായിരിക്കും ഇതെന്ന്. നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുമായി. മനുഷ്യനല്ല അയാള്. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച് നീ കൂടി ആപത്തിൽപ്പെട്ടു പോകും. ഭാമ തന്റെ ഉള്ളിലുള്ള ആകുലത തുറന്നു പറഞ്ഞു. എന്റെ ജീവൻ കൊടുത്തും പീലിയെ ഞാൻ രക്ഷിക്കും ഭാമി. വിഷ്ണു തിരികെത്തുമ്പോൾ അവൻ അനിയത്തി അവിടെ തറവാട്ടിലുണ്ടാവണം. അവൻ ജീവിക്കുന്നതിന് അവൾക്ക് വേണ്ടിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അവനില്ല. അത്രയ്ക്ക് ജീവനാണെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് ആ കുട്ടിക്ക് മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരുപക്ഷെ അവനെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവളെ ആൾക്ക് മുമ്പിൽ എത്തുമായിരുന്നോ? സ്നേഹിക്കുന്നു ജീവനാണെന്ന് വാഗുകൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിലും കൂടി കാണണം. വല്ലാത്ത അമർഷം നിറഞ്ഞിരുന്നു ഭാമയുടെ വാക്കുകളിൽ. ഉത്തരമേതുമില്ലാതെ മൈ അവളെ ദയനീയമായി നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട, നിങ്ങളുടെയൊക്കെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു. അയാളെ കൊടുക്കാൻ ഒളിച്ചും പാത്തും ആൾമാറാട്ടം നടത്തിയൊക്കെയല്ലേ ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള നിങ്ങൾ വരെ മുന്നിലേക്ക് പോകുന്നു. അപ്പം ഇതൊന്നും അല്ലാത്ത, ഈ ലോകം പോലും മര്യാദയ്ക്ക് കാണാത്ത അവള് അയാൾക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ വിഷ്ണുവിനോടുള്ള സ്നേഹം എത്രമാത്രമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല മൈ. ഭാമേ, വിഷ്ണു അങ്ങനെയൊന്നും എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ചെയ്ത വലിയ തെറ്റ് തന്നെയാണ്. നിന്റെ വിഷ്ണുവിന് അവൻ്റെ അനിയത്തി അവളുടെ സ്നേഹത്തിൻ്റെ ആഴമൊന്നും മനസ്സിലായിട്ടില്ല. അവൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് അവൻ പറയുമ്പോൾ അവന് വേണ്ടി മരിക്കാൻ പോലും അവൾക്ക് മടിയില്ലെന്ന് അവൻ അറിയാതെ പോയി. നീയും പറഞ്ഞില്ലേ നീ വിഷ്ണുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അത്രയും സ്നേഹിക്കുന്ന നീ അവന് വേണ്ടി എന്താ ചെയ്ത്? അവന് രക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്ത്? ഉത്തരമില്ലാതമായി മുഖം കുനിച്ചു. നെഞ്ചുവല്ലാതെ വേദനിക്കുന്ന പോലെ. ഒക്കെയും വിഷ്ണുവിൻ്റെ ഫോണിലെ വാൾപേപ്പറിൽ കണ്ട് പരിചയമുള്ള നിഷ്കളങ്കമായ ആ മുഖത്തിന് വേണ്ടിയാണെന്ന് മാത്രം. നിന്റെ ഒന്നും പകുതി ധൈര്യം പോലും ഇല്ലാത്ത ഒരുവളാ തനിച്ച് മറ്റൊരു രാജ്യത്ത് വിഷ്ണുവിനെ തേടിപ്പോയത്. നിങ്ങൾ ക്രിമിനലെന്നും അനിമലെന്നും വിളിക്കുന്ന അയാളുടെ മുന്നിൽ ചെന്ന് ഏട്ടന് വെറുതെ വിടാൻ യാചിച്ച് മുന്നോട്ടുള്ള സ്വന്തം ജീവിതം എന്താവെന്ന് പോലും ചിന്തിക്കാതെ അയാളുടെ ഭാര്യയാവാൻ സമ്മതിച്ച് അവിടെ ആ നിമിഷം തോറ്റുപോയില്ലേ നീയും നിന്റെ വിഷ്ണുവുമൊക്കെ? അവളുടെ സ്നേഹത്തിനും ത്യാഗത്തിനും മുമ്പിൽ ഒരു പുഴുവിനെ പോലും വിലയില്ലാതായില്ലേ? ഭാമ പറയുന്ന ഓരോ വാക്കുകളും മയ്യ ആഴത്തിൽ വേദനിപ്പിച്ചു കടന്നുപോയി. ഇനി നിങ്ങളൊക്കെ എന്തും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുമ്പിൽ ചെല്ലാൻ പോകുന്നു. വിഷ്ണു ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞാൽ അവൾ തകർന്നു പോവില്ലേ? എല്ലാവരും കൂടി അവളെ പറ്റിച്ചെന്ന് കരുതില്ലേ? അതിനൊക്കെ അപ്പുറം ഏട്ടന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ തയ്യാറായവൾ അവളുടെ പ്രണയത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഭാമേ, ഒരു ഞെട്ടലോട് അറിയാതെ അവളെ വിളിച്ചുപോയി മൈ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി മൈ, നിങ്ങളും അയാളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം അതെന്തായാലും ശരി നഷ്ടപ്പെടാൻ പോകുന്ന പീലിയായിരിക്കും. ദക്ഷമഹേശ്വരനെ എൻകൗണ്ടർ ചെയ്യാൻ ട്രിഗർ അമർത്തുമ്പോൾ വിഷ്ണു കൊല്ലുന്ന അവന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന അവന്റെ അനിയത്തി തന്നെ ആയിരിക്കും. ഭാമ അത്രയും പറഞ്ഞെത്തുമ്പോഴേക്കും ഇരുകൈയിലുമായി മുഖം അമർത്തി വെച്ച് കരഞ്ഞുപോയിരുന്നു മൈ. നിന്നെ കരയിക്കാൻ പറഞ്ഞല്ലടാ. എന്ത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് 1000 തവണയെങ്കിലും നീ ഇനി ആലോചിക്കണം. ഞാനിതൊന്നും ആലോചിച്ച് നോക്കിയില്ല ഭാമേ. എനിക്ക് അത് നിന്റെ കുഴപ്പമില്ല മൈ. നീ നിന്റെ കൂടെയുള്ളവരൊക്കെ ചിന്തിക്കുന്ന ബുദ്ധി കൊണ്ടാ. ഹൃദയം കൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോഴേ നിങ്ങളുടെ ഒന്നും സത്യമറിയാതെ ജീവിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ കഴിയും. ഇനി എന്ത് ചെയ്യുമ്പോഴും അവിടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കണം. മൈയുടെ നിറഞ്ഞ കണ്ണുകളൊക്കെയും സാരി തുമ്പോട് തുടച്ചു കൊടുത്തുകൊണ്ട് ഭാമ പറഞ്ഞു കൊടുത്തു. എല്ലാം അറിയുമ്പോൾ പീലി ഞങ്ങളൊക്കെ വെറുക്കുമല്ലേ? എനിക്കറിയില്ല. ചുരുളഴിയുന്ന സത്യങ്ങളൊക്കെ താങ്ങാൻ ആ കുട്ടി ജീവനോട് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ബാക്കിയെല്ലാം അതിനുശേഷമല്ലേ? മൈയുടെ ചോദ്യത്തിന് അത്രമാത്രം മറുപടി നൽകിക്കൊണ്ട് ഭാമ റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോയി. അവൾ പറഞ്ഞിട്ട് പോയ വാക്കുകളും അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളും അറിയേ മൈ അവിടെ തന്നെ ചലിക്കാനാവാതെ തറഞ്ഞു നിന്നു. രാത്രിയാണ്. തുറന്നിട്ട ജനലിലൂടെ കടലിന്റെ ഹുങ്കാരം മാത്രം റൂമിനുള്ളിൽ കേൾക്കാം. നാളെ ഒരുപാട് തിരക്കുണ്ടോ മഹിയേട്ടന്?
എന്തോർത്ത പോലെ നഗ്നമായ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് പീലി ചോദിച്ചു. കണ്ണുകളടച്ച് വെറുതെ കിടന്നവനൊരു ചോദ്യം പോലെ അവൾ നോക്കി. അതുണ്ടല്ലോ, എന്നെ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുമെന്ന് ചോദിക്കാനാ. പതിയെ ഉള്ളിൽ തോന്നിയ ആഗ്രഹം പീലി ചോദിച്ചു. ചെറിയൊരു പേടിയുണ്ട് അവളുടെ മുഖത്ത്. അവന് ഇഷ്ടമാവുക അല്ലയോ വഴക്ക് പറയുമെന്നൊക്കെയുള്ള പേടി. എന്തിനാ പോകുന്നത്? പതിയാണെങ്കിലും വല്ലാത്തൊരു മുഴക്കമാണ് ആ ശബ്ദത്തിന്. പ്രാർത്ഥിക്കാൻ, അല്ലാണ്ട് എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നേ? പീലിയുടെ നോട്ടമൊന്ന് കൂർത്തു. ഇപ്പം എന്താ വൈകിട്ട് ഇത്രക്ക് പ്രാർത്ഥിക്കാനുള്ളത്? അന്നിത് കഴുത്തി കെട്ടി തരുമ്പോൾ ശൂന്യമായി പോയെടുത്ത് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി പോകുന്നുണ്ട്. കഴുത്തിലെ മംഗലസൂത്രത്തിൽ പിടിച്ചു പറഞ്ഞുകൊണ്ടൊന്ന് ഉയർന്ന് അവനെ നെറുകയിൽ ചുംബിച്ചവൾ പെണ്ണിന്റെ ചുണ്ടിന്റെ ചൂടിലും നനവിലും അവന്റെ കണ്ണുകൾ അടഞ്ഞു. ഈ ജന്മവും ഇനിയുള്ള എല്ലാ ജന്മവും ഈ ആളെ തന്നെ എൻ്റെ പാതിയായി തന്നേക്കണേ എന്ന്. ഈയുള്ളവൾ മരിച്ചു മണ്ണോട് ചേരുമ്പോഴും സുമംഗലി ആയിരിക്കണേ എന്ന് അവന്റെ രണ്ട് കണ്ണുകളിൽ കൂടി ചുണ്ടി ചേർത്തുകൊണ്ട് മെല്ലെ പറഞ്ഞവൾ. അത്രയും പതിയുള്ള ആ വാക്കുകളിൽ നെഞ്ചൊന്ന് തുടിച്ചു പോയത് അവൻ അറിഞ്ഞു. ചുണ്ടുകളിൽ കൂടി പതിയെ ഉമോച്ച് തന്നിൽ നിന്ന് അകന്നു പോവാൻ ഒരുങ്ങിയവളെ ഇരു കൈകൾ കൊണ്ടും ചുറ്റി വരിഞ്ഞ് അവന്റെ ഉടലിലേക്ക് അമർത്തി വെച്ചു. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ നെഞ്ചിൽ പതുങ്ങി മയങ്ങുന്നവളുടെ മുടിയിൽ നോവിക്കാതെ അവളുടെ ഉറക്കത്തിന് ഭംഗം വരുത്താതെ പതിയെ തഴുകി തലോടിക്കൊണ്ടിരുന്നു മഹി. ഒരിക്കലും നീ എൻ്റെ മുമ്പിൽ വരാൻ പാടില്ലായിരുന്നു വൈക. നിഷ്കളങ്കമായ അവളുടെ മുഖവും യാതൊന്നും അറിയാതെയുള്ള മയക്കവുമൊക്കെ കാണും തോറും അറിയാതെ അവൻ്റെ ഉള്ളം വിറച്ചുപോയി. താനൊരു ഭ്രാന്തായി അവൾക്കുള്ളിൽ വേരുകൾ ആഴ്ത്തിയെന്ന് അവനറിയാം. പറിച്ചെടുക്കാൻ തുടങ്ങിയാൽ അതിൽ നിന്നും ഇനി രക്തം കിരിയും. കഴുത്തിൽ താലികെട്ടിയ ശരീരം സ്വന്തമാക്കിയ പുരുഷനോടുള്ള വിധേയത്വമല്ല അവളിൽ, പ്രണയമാണ്. പക്ഷെ അവൾ തന്നെ പ്രണയിക്കാൻ വേണ്ടി യാതൊന്നും ഇന്നോളം ചെയ്തിട്ടില്ല, നല്ലവനായി അഭിനയിച്ചിട്ടില്ല. അവളുടെ ഉടലിനോട് തോന്നുന്ന അഭിനിവേശത്തെ മറച്ചു വെച്ചിട്ടില്ല. അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന മഹേശ്വറിന് അന്നും ഇന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അവൾ കണ്ടതും അറിഞ്ഞതും ഇപ്പോൾ പ്രണയിക്കുന്നതും ആ അനിമലിനെ തന്നെയാണ്. ഈയുള്ളവൾ മണ്ണോട് ചേരുമ്പോഴും സുമംഗലിയായിരിക്കണമെന്ന്. അല്പം മുമ്പ് അവൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങി തുടങ്ങിയതും ആദ്യമായി അവൻ്റെ കണ്ണുകളിൽ അലിവ് നിറഞ്ഞു. ആ നിമിഷം കൈക്കുള്ളിൽ കിടക്കുന്ന വെറും പെണ്ണുടൽ മാത്രമായിരുന്നില്ല അവന്. അത്ഭുതം, ഇത്തിരിയില്ലാത്ത ഈ പെണ്ണൊരുത്തി അവൻ്റെ ഹൃദയം തുളച്ചു കയറി അവിടെ താമസമാക്കിയിരിക്കുന്നു. മഹിയേട്ടെന്നെ സ്നേഹിക്കുന്നുണ്ടോ? വിതുമ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇന്ന് അവനൊരു പുൻസിരിയോടെ ഓർത്തെടുത്തു. ഇന്നോളം താൻ നേടിയതല്ല ഇവൾക്ക് മുമ്പിൽ ഒന്നുമല്ലെന്ന് തോന്നിയവന്. താൻ പോലും അറിയാതെ തനിക്ക് സ്വന്തമായ അവളുടെ പ്രണയം, അതിനോളം ലഹരി പിടിപ്പിക്കുന്ന യാതൊന്നും ഇന്ന് ഈ ലോകത്തില്ലാത്ത പോലെ. ആ രാത്രി ഒരു 100 തവണയെങ്കിലും അവൻ്റെ ചുണ്ടുകൾ അവളിൽ അമർന്ന് പിൻവാങ്ങി കാണും. തിര വന്ന് തീരത്തെ പുൽകുന്ന പോലെ, വിടവാങ്ങി വീണ്ടും തിരിച്ചെത്തും പോലെ. ഇയാൾ ഞാൻ ഉറങ്ങിയാൽ എന്നെ സ്നേഹിക്കുള്ളൂ അല്ലേ? ഒരിക്കൽ കൂടി ചുണ്ടുകൾ അമർത്താൻ ഒരുങ്ങിയതും കണ്ണു തുറന്ന് അവനെ നോക്കി ചോദിച്ചവൾ. മൈയൊന്നും പറയാതെ അവളിൽ നോട്ടം ഉറപ്പിച്ച് കിടന്നു. വലിയ കാര്യത്തിൽ ചോദിച്ചവൾ അവൻ്റെ നോട്ടത്തിലൊന്ന് പരിങ്ങിപ്പോയി. നെഞ്ചിനെ കൊളുത്തി വലിക്കുന്ന പോലെയാണ് നോക്കുക. പ്രണയം കണ്ണിൽ ഒളിപ്പിച്ചു വെച്ച് ഗൗരവത്തോടെയുള്ള നോട്ടം. ഇങ്ങനെ നോക്കല്ലേ? ചിനുങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചതും അവൻ്റെ ചുടികളൊന്ന് വിടർന്നുപോയി. അടുത്തു തുടങ്ങിയപ്പോൾ ഉള്ളൊരു പതിവാണ് അവൾക്ക് തന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടം. നാണം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പതുങ്ങുന്നത് അവിടെയാണ്. അതിലുമേറെ അവന് ചിരി തോന്നിയത് ഒന്നിൻ്റെയും മറയില്ലാതെ ഒരു പുതപ്പിനിടയിൽ ഒരു ഉടലായിട്ടാണ് കിടക്കുന്നത്. ആ അവളാണ് തന്നെ നോട്ടത്തിന് മുമ്പിൽ നാണിച്ചത്. എന്താ ഉറങ്ങാത്തെ? ഉറക്കളിച്ചാൽ തലവേദന വരും. ഒരുപാട് ജോലിയൊക്കെയുള്ള ആളല്ലേ, നേരത്തിന് ഉറങ്ങണം. കഴുത്തിൽ നിന്നും മുഖം മാറ്റാതെയാണ് പറച്ചിൽ. തന്നിലും വലിയൊരാളെ പോലെ. ഒരു പെണ്ണിന് പുരുഷന്റെ ജീവിതത്തിൽ നിമിഷ നേരം കൊണ്ട് പല വേഷപ്പകർച്ചകളും ആടാൻ കഴിയുമെന്ന് അവന് തോന്നി. കുറച്ചു മുമ്പ് വരെയും നാണത്തോടെ പതുങ്ങിയിരുന്ന പ്രണയിനിയായിരുന്നവൾ അടുത്ത നിമിഷം തന്നെ കരുതുന്ന മറ്റൊരാളാവുന്നു. മയ്യേട്ടാ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഉറക്കം വന്നില്ല വൈക. ഞാൻ ഉറക്കി തരട്ടെ എന്നാ? ചോദിക്കലും അവളുടെ മാറിലേക്ക് ഒതുക്കി പിടിക്കലും എല്ലാം ഒന്നിച്ച് കഴിഞ്ഞു. ഇനി കണ്ണടച്ചോളൂ കേട്ടോ, ഉറക്കം താനേ വന്നോളൂ. മുടിയിടകളിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് അവൾ പറയുന്നത് അവൻ കേട്ടു. അലകൾ ഒഴിഞ്ഞ കടൽ പോലെയായിരുന്നു ആ നിമിഷം അവനും. അവൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മഹാസമുദ്രം. ഈ പ്രണയത്തിനൊടുവിൽ എന്തെന്ന് ആ നിമിഷം അവളും ചിന്തിച്ചിരുന്നില്ല. അവൻ്റെ വൈകിയാണ് അവൾ. അവനെ പ്രണയിച്ച് അവനിൽ അലിഞ്ഞു തീരാൻ കൊതിക്കുന്ന അവൻ്റെ പെണ്ണ്. കൈക്കുള്ളിലിരിക്കുന്ന സീവിയിലൂടെ ദക്ഷയുടെ മിഴികൾ ചലിച്ചുകൊണ്ടിരുന്നു. അത്രയും നാൾ തേടി അലഞ്ഞതെന്തോ തൻ്റെ കൈക്കുള്ളിലേക്ക് വന്നു ചേർന്നതിൻ്റെ സന്തോഷം അവളുടെ കണ്ണിലും മനസ്സിലും ഒരുപോലെ മുന്നിട്ട് നിന്നു. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് വൈദ്യനാഥൻ, ഏജ് 28, പ്ലേസ് തിരുച്ചി, തമിഴ്നാട്. വീണ്ടും വീണ്ടും ആ പേര് ഉരുവിടുമ്പോഴൊക്കെയും ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പൊടിമീശക്കാരൻ്റെ ചിത്രമുണ്ടായിരുന്നു. പേപ്പറിൽ ഒട്ടിച്ചേർത്തിരിക്കുന്ന അവൻ്റെ ഫോട്ടോയിലൂടെ അവളുടെ വിരലുകൾ ചലിച്ചു. അന്ന് കണ്ട പൊടിമീശക്കാരിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അവന് സംഭവിച്ചിരിക്കുന്നു. കുറ്റിരോമങ്ങൾ സ്ഥാനം പിടിച്ചിരുന്ന മുഖത്ത് കട്ടിമീശയും താടിയും ഇടം പിടിച്ചിട്ടുണ്ട്.
ഷർട്ടിനുള്ളിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന പൂണൂൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്ന കൂട്ടുപുരികമാണ് അന്നും തന്നെ അവനിലേക്ക് ആകർഷിച്ചു നിർത്തിയത്. എന്തൊരു വിരോധാഭാസമാണ്. തന്നിലും 9 വയസ്സോളം എളുപ്പമുള്ള ഒരുവനോട് പ്രണയം തോന്നുന്നു. അതും ഒരിക്കൽ മാത്രം കണ്ടുമറന്ന ആ മുഖം തേടി വർഷങ്ങൾ അലയുന്നു. മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ഈ ഒരുവൻ തനിക്കുള്ളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. താൻ ഓർക്കുന്ന പോലെ അവനും തന്നെ ഓർക്കുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലും മനസ്സിലും തനിക്ക് പകരം മറ്റൊരാൾ സ്ഥാനം പിടിച്ച് കാണുമോ? ആ ഒരു ചിന്തയിൽ പോലും അവൾ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. കണ്ണു നിറഞ്ഞു. ഇല്ല, എന്ത് സംഭവിച്ചാലും ആർക്കും വിട്ടുകൊടുക്കാനാവില്ല. താൻ മോഹിച്ചവന് മറ്റൊരുവൾ സ്വന്തമാക്കുന്ന നോക്കി നിൽക്കാനും ആവില്ല. വൈദ്യനാഥനൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ ദാക്ഷായണി സിംഹ തന്നെ ആയിരിക്കും. വല്ലാത്തൊരു ഭാവത്തിൽ പുലമ്പുമ്പോൾ എന്തും ഏതും പിടിച്ചടക്കി സ്വന്തമാക്കുന്നവളുടെ വെറിയായിരുന്നു അവളിൽ മുന്നിട്ട് നിന്ന്. പോയിട്ട് പറയപ്പോ. പാക്ക് ചെയ്ത് വെച്ച ലഗേജുകളായി പുറത്തേക്ക് വന്ന് അപ്പയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയവൻ. പാത്തു പോകണ്ട, വേലയെല്ലാം മുറിച്ച് സീക്രമാ തിരുമ്പിവാ. ഒന്ന് മൂളിക്കൊണ്ട് ഹാളിൽ മാറിയിട്ട് കുങ്കുമം ചാർത്തി വെച്ചിരിക്കുന്ന അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കിയവൻ. അമ്മ യശോദ മരിച്ചിട്ട് 6 മാസമാവുന്നു. ആക്സിഡന്റ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ വേർപാടിൽ ഉലഞ്ഞുപോയവനാണ്. ഏറ്റെടുത്ത ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവസാനമായി അമ്മയെ കാണാൻ ഓടിയെത്തിയവൻ. കണ്ണ, വിഷ്ണു ജയിലില്ല. 1 വർഷത്തിനുള്ള റിലീസുണ്ട്. പീലിമോളോ? അവൾക്കൊരു ജോലി ശരിയായി. കൊച്ചിയിലാണെന്ന് അമ്മായി വിളിച്ചപ്പോൾ പറഞ്ഞ്. ഇനിയെങ്കിലും മോളോടെല്ലാം പോയി പറയണം. അവളെ ഒന്ന് കാണണമെന്നുള്ള നിന്റെ അമ്മയുടെ ആഗ്രഹം പോലും സാധിച്ചില്ല. വല്ലാത്തൊരു വിഷമത്തോടെ പറയുന്ന അപ്പ അവൻ്റെ മനസ്സ് നോവിച്ചു. വിഷ്ണു സാറിൻ്റെ ജീവനായ അനിയത്തി എപ്പോഴോ സാറിന് വരുന്ന കോളിലൂടെ കേൾക്കുന്ന അവളുടെ ചിരിയും സംസാരവും ഒക്കെ തൻ്റെ മനസ്സിലും ഇടം പിടിച്ചു. ഒരിക്കലും കാണാതെ അറിയാതെ പ്രണയിച്ചു. അനിയത്തി ഒരുപാട് സ്നേഹിക്കുന്ന ഏട്ടിൽ നിന്നും അതൊന്നും ഒളിച്ചു വെക്കാൻ തോന്നിയില്ല. സാറിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ പെങ്ങളെ കൈപ്പിടിച്ചു തരാൻ 100 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. അമ്മയോടാണ് ആദ്യം പറഞ്ഞത്. പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവൾ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു. ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കിയതിന് ശേഷം മതിയെല്ലാം അവൾ അറിയിക്കുന്നതെന്ന് താനും വിഷ്ണു സാർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. വൈദി! പുറത്തുനിന്ന് കൂട്ടുകാരൻ്റെ വിളി കേട്ട് അപ്പയെ നോക്കിയവൻ. മുത്തു ടാക്സി ആയിട്ട് വന്നു. ചെല്ല്, ലേറ്റ് ആവണ്ട. അദ്ദേഹം ഒരു ചിരിയോടെ അവനെ തോളിൽ തട്ടിയതും അവൻ ബാഗുമായി പുറത്തേക്ക് നടന്നു. തണുത്തുള്ളം കൈ വന്ന് കവിളിനെ പൊതിഞ്ഞു പിടിച്ചപ്പോഴാണ് ഈശ്വർ പിന്നെ കണ്ണു തുറന്ന് നോക്കുന്നത്. തൊട്ടടുത്ത് കാണുന്ന അത്രയും ഭംഗിയുള്ള അവളുടെ രൂപത്തിൽ അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. കല്യാണ ദിവസം ഉടുത്ത പോലൊരു സെറ്റ് സാരിയാണ് വേഷം. ശരിക്കും ഒരു ദേവിയെ പോലെ. അവളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത ആ മുഖത്തും എടുത്തു കാണിക്കുന്നുണ്ട്. ഉള്ളത്രയും നല്ലതായതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് അവൾക്ക് ചിരിക്കാൻ കഴിയുന്നത്. കാപ്പട്ടിങ്ങൾ ഏതുമില്ലാത്ത ഒരു പെൺകുട്ടി. മുന്നിൽ നിൽക്കുന്നവരെ ചൂഴി നോക്കി അവരുടെ ഉള്ളറിയാൻ കഴിയുന്നവന് പീലിയെയും അറിയാം. ആദ്യം മുതൽ ഈ നിമിഷം വരെയും അവൾക്ക് വന്ന മാറ്റങ്ങളൊക്കെയും അറിയാം. ആദ്യമായി കണ്ട ഭയത്തിൽ തുടങ്ങി വെറുപ്പിലും ദേഷ്യത്തിലൂടെയെല്ലാം സഞ്ചരിച്ച് അവൾ എത്തി നിൽക്കുന്ന പ്രണയം. എണീക്കോ, നമുക്ക് വേഗം പോയി തൊഴുതിട്ട് വരാം, എന്നിട്ട് മയ്യേടിന് ജോലിക്ക് പോവാം. അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും ഈശ്വർ ശരിക്കും ഒരു അത്ഭുതത്തോടെ നോക്കി. അവൾക്കിപ്പോഴും താൻ എന്താണ്, തൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയില്ലെന്ന് അവന് തോന്നിപ്പോയി. ഇന്നൊരു ദിവസം താനൊരു നോ പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവധിയാണ്. അവന് ശരിക്കും ആ നിമിഷം അവളോട് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി. ദക്ഷമഹേശ്വർ എന്ന മൃഗത്തിനെയാണ് അവൾ പ്രണയിച്ചത്. അവൻ്റെ സ്ഥാനത്തെയോ പണത്തെയോ രൂപത്തെയോ ഒന്നുമല്ല. അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ ദക്ഷമഹേശ്വറിലെ മഹിയെ അതിനപ്പുറം അവളൊന്നും അറിയില്ല. പീലിയിലേക്ക് അവനെ വലിച്ചു ചേർത്ത കരങ്ങളിലൊന്ന് അതാണ്. നീ എന്നെ പ്രണയിക്കുന്നതിൻ്റെ കാരണം എന്താണ് വൈക? അവനിപ്പോൾ എണീറ്റ് വരുമെന്ന പ്രതീക്ഷയിൽ നിന്നിരുന്ന പെണ്ണിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞുപോയി. ചുണ്ടുകളൊന്ന് കൂർത്തുപോയി. എപ്പോഴും എന്തിനാ ഇതന്നെ ചോദിക്കുന്നത്? എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി. എപ്പോൾ എങ്ങനെയെന്നൊന്നും അറിയില്ല. ഒറ്റ നോട്ടത്തിൽ തോന്നിയൊന്നല്ലല്ലോ. കൂടെ ജീവിച്ചു തുടങ്ങിയ ഏതോ നിമിഷം. അപ്പം അതിൻ്റെ കാരണം എങ്ങനെയാ പറയുക? എൻ്റെ താലി സത്യം എനിക്ക് അറിഞ്ഞൂടാ മഹിയേട്ടാ. ഒരു കൈ കൊണ്ട് കഴുത്തിലെ താലിയും മറുകൈ കൊണ്ട് അവൻ്റെ വലത് കൈയും പോലെ പൊതിഞ്ഞു പിടിച്ചു പീലി പറഞ്ഞു. അവളുടെ ആ മറുപടിയും പ്രവൃത്തിയും ഒക്കെ അവൻ തെല്ലൊരു അത്ഭുതത്തോടെ നോക്കി നിന്നു. ആദ്യമായിട്ടാണ് അവൻ ഇതുപോലെ ഒരു അനുഭവം. പേടിയില്ലാതെ പതർച്ചയില്ലാതെ അത്രയും അവകാശത്തോടെ തന്നോട് സംസാരിക്കുന്ന ഒരുവൾ. അത് പീലിയായതുകൊണ്ട് മാത്രമാണ് അവന് സന്തോഷം. അവൾക്കേ അതിന് അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. DM എന്ന ഏകാധിപന്റെ ഹൃദയത്തിനുടമ. ഇനി എണീറ്റില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല കേട്ടോ. ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞല്ലേ ഞാൻ. കൈവിട്ട് മാറി സ്വല്പം പരുവത്തിൽ പറയുന്നവളെ കാണെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവൻ്റെ ചൂടുകൾ മുന്നോട്ട് ചലിച്ചതും പീലിയുടെ കണ്ണൊന്നും ഇഴിഞ്ഞുപോയി. എന്നെ തൊടല്ലേ, പിന്നെ ഇങ്ങനെ നോക്കുകയും ചെയ്യരുത്. എക്സ്ക്യൂസ് മീ. അവൻ്റെ നോട്ടമൊന്ന് കുറുകി. ഭിത്തിയിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവളെ കാര്യം മനസ്സിലാവാതെ അവൻ നോക്കി നിന്നുപോയി.
എൻ്റെ മഹേശ്വര, നമ്മൾ അമ്പലത്തിലേക്കാ പോണേ. അപ്പം ഇങ്ങനെയൊന്നും പാടില്ല. തൊടാനും പിടിക്കാനൊന്നും വരരുത്. മനസ്സും ശരീരമൊക്കെ ശുദ്ധിയായിരിക്കണം. അവനിതൊന്നും അറിയാത്തതുകൊണ്ട് കാര്യമായി തന്നെയാണ് പീലി ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത്. അവളുടെ ആ പറച്ചിലും ഭാവമൊക്കെ കാണുമ്പോൾ ഇവള് തന്നെയാണ് തനിക്ക് മുമ്പിൽ വന്ന് കാലു പിടിച്ച് യാചിച്ചെന്ന് തോന്നിപ്പോവും. വല്ലാത്തൊരു മാറ്റമാണ്. ഒരുപക്ഷെ ഇതായിരിക്കും വൈക. ആദ്യം കണ്ടവളുടെ സാഹചര്യം അതായിരുന്നിരിക്കണം. അന്ന് അവിടെ ആ നിൽപ്പിലും ബാത്റൂമിലെല്ലാം കടിച്ചു കീറാൻ ഒരു മുയൽക്കുഞ്ഞിന് കിട്ടിയ സിംഹത്തിൻ്റെ ക്രൗര്യമായിരുന്നു തനിക്ക്. പക്ഷേ ഇന്നിപ്പോൾ പ്രണയമാണ്. അതിലുപരി അവളെ ഇങ്ങനെ കണ്ടിരിക്കാൻ കേട്ടിരിക്കാൻ തോന്നിപ്പോകുന്നൊരിഷ്ടം. എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ? ഈശ്വരൻ്റെ കാര്യത്തിലൊരു മുടക്കവും പാടില്ല. അവൻ്റെ നിൽപ്പും നോട്ടവും മൗനവും എല്ലാം കാണെ തെല്ലൊരു വല്ലായ്മയോട് അവൾ വീണ്ടും പറഞ്ഞു. വൈക, ഇനി ഇങ്ങനെ സംസാരിച്ചാ ഇനി ഒരിക്കലും നിന്റെ ആ ദൈവത്തെ നമ്മൾ കാണാൻ പോവില്ല. ഒരു നൂലിഴ അകലമിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞതും പീലി അവനെ പേടിയോടെ നോക്കി. നിനപ്പ ദേഷ്യം? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട നിന്റെ മനസ്സും നാവൊക്കെ മറ്റൊന്നിന് കുടുങ്ങിപ്പോവരുത് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട്. അവളെ തൊടാതെ അകലമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ കണ്ണിലേക്ക് നോക്കി. ആദ്യമൊക്കെ ഒന്നും മനസ്സിലാവാൻ നിന്നവളുടെ മിഴികൾ പിന്നെ അത്ഭുതത്തോടെ വിടർന്നു വരുന്നവൻ കണ്ടു നിന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ എന്നെ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.